നമസ്കാരം. ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു 2020 മോക്ക് ടെസ്റ്റ് ആണ്. അതായത് നമ്മളെ SCRT, NCRT +1 പൊളിറ്റിക്കൽ സയൻസിന് നമ്മൾ 4 ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 4 ചാപ്റ്റേഴ്സിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളും അല്ലാതെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു മോക്ക് ടെസ്റ്റ് ആണ് 2020 മോക്ക് ടെസ്റ്റ്. 20 ചോദ്യങ്ങൾ, 20 മിനിറ്റ് സമയം, എക്സ്പ്ലനേഷൻ അടക്കം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മോക്ക് ടെസ്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണേ. എന്നിട്ട് മാർക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യാം, നോക്കട്ടെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന്. കാരണം നമ്മൾ ഓൾറെഡി 4 ചാപ്റ്റേഴ്സും പഠിച്ചു കഴിഞ്ഞതാ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ കുറച്ചൊന്ന് സ്നേഹം കാണിച്ചിട്ട് പോണേ. ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ എല്ലാ അപ്ഡേറ്റുകളും ടെലഗ്രാം ചാനൽ വഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനലിൽ എല്ലാം ഫ്രീ ആണ്, ഒന്നും പെയ്ഡ് ആയിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് അതിന്റെ ലിങ്ക് ഉണ്ടായിരിക്കും, ഒന്ന് കയറി ജോയിൻ ചെയ്തേക്കാം. പിന്നെ നിങ്ങൾക്ക് എന്നോട് PSC സംബന്ധമായി എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജ് വഴി ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്തേക്കാം, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം 2020 മോക്ക് ടെസ്റ്റ്. ആദ്യത്തെ ചോദ്യം, വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ട യോഗ്യതകളിൽ ഉൾപ്പെട്ടവ തിരഞ്ഞെടുക്കുക. ഇവിടെ തന്നിരിക്കുന്നത് ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, രാജ്യസഭയിൽ അംഗമാകുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. ഇവയെല്ലാം നിങ്ങൾ ഉത്തരം എഴുതൂ. റെഡി? ആൻസർ പറയുവാണേ, ഇവയെല്ലാം. അപ്പോൾ വൈസ് പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടാൻ ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, രാജ്യസഭയിൽ അംഗമാകുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. ഇനി രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഉപരാഷ്ട്രപതിയാണ്. മരണം, രാജി, പുറത്താക്കൽ എന്നീ കാരണങ്ങളാൽ രാഷ്ട്രപതിയുടെ സ്ഥാനം ഒഴിവ് വന്നാൽ രാഷ്ട്രപതി സ്ഥാനം വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജില് പാർലമെന്റിലെ 2 സഭകളിലെയും അംഗങ്ങൾ ഉണ്ടായിരിക്കും. 5 വർഷമാണ് ഉപരാഷ്ട്രപതിയുടെ കാലാവധി. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ഡോക്ടർ രാധാകൃഷ്ണൻ. അടുത്ത ചോദ്യം, അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ ബാധകമാണ്, പാർലമെന്റിനാൽ ക്രമീകരിക്കപ്പെടുന്നു, നിയമനത്തിന്റെ രീതി, സേവന വേതന വ്യവസ്ഥകൾ എന്നിവ തീരുമാനിക്കുന്നത് പാർലമെന്റ് ആണ്, സെയിൽ ടാക്സ് ഓഫീസർ അഖിലേന്ത്യാ സർവീസിൽ ഉൾപ്പെടുന്നു. അപ്പോ ഓപ്ഷൻ നോക്കുക, ഇതിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. സെയിൽ ടാക്സ് ഓഫീസർ സംസ്ഥാന സർവീസിൽ ഉൾപ്പെടുന്നതാണ്, അഖിലേന്ത്യാ സർവീസ് അല്ല. സെയിൽ ടാക്സ് ഓഫീസർ സംസ്ഥാന സർവീസിലാണ് ഉൾപ്പെടുന്നത്. അഖിലേന്ത്യാ സർവീസിൽ IAS, IPS, ഇന്ത്യൻ സർവീസ് ഓഫ് എഞ്ചിനീയേഴ്സ്, ഇന്ത്യൻ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇന്ത്യൻ എക്കണോമിക് സർവീസ്, ഇവയൊക്കെ അഖിലേന്ത്യാ സർവീസുകളാണ്. ഒന്നുകൂടെ പറയാം, IAS, IPS, ഇന്ത്യൻ സർവീസ് ഓഫ് എഞ്ചിനീയേഴ്സ്, ഇന്ത്യൻ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇന്ത്യൻ എക്കണോമിക് സർവീസ് ഒക്കെ അഖിലേന്ത്യാ സർവീസ് ആണ്. സംസ്ഥാന സർവീസ് എന്ന് പറയുമ്പം സംസ്ഥാന സർക്കാരിലേക്ക് ആവശ്യമായ ഉദ്യോഗസ്ഥരെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നിയമിക്കുന്നു, അതാണ് സംസ്ഥാന സർവീസ്. ഉദാഹരണം സെയിൽ ടാക്സ് ഓഫീസർ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന സവിശേഷതകൾ പരിശോധിച്ച് സമ്പ്രദായം ഏതെന്ന് കണ്ടെത്തുക. രാഷ്ട്രത്തലവനും ഭരണത്തലവനും പ്രസിഡന്റ് ആയിരിക്കും. പ്രസിഡന്റിന് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കില്ല. നിയമനിർമ്മാണ സഭ പിരിച്ചുവിടുവാൻ പ്രസിഡന്റിന് അധികാരമില്ല. ഇതേത് വ്യവസ്ഥയാണ്? ഉത്തരം ഓപ്ഷൻ ബി, പ്രസിഡൻഷ്യൽ സമ്പ്രദായം. രാഷ്ട്രത്തലവനും ഭരണത്തലവനും പ്രസിഡന്റ് ആയിരിക്കും. പ്രസിഡന്റിന് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കില്ല. നിയമനിർമ്മാണ സഭ പിരിച്ചുവിടുവാൻ പ്രസിഡന്റിന് അധികാരമില്ല. പ്രസിഡൻഷ്യൽ സമ്പ്രദായം.
തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 324, 315, 326, 316. ഏതാണ് ആർട്ടിക്കിൾ? കണ്ടെത്തുക. ഉത്തരം പറയുവാണ് ഓപ്ഷൻ എ 324. അടുത്ത ചോദ്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാ? 35, 21, 25, 30. ഉത്തരം ഓപ്ഷൻ സി 25 വയസ്സാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം. അടുത്ത ചോദ്യം, നിയോജക മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ജില്ലകൾ എന്ന് വിളിക്കുന്ന ചെറിയ ഭൂപ്രദേശ യൂണിറ്റുകളായി രാജ്യത്തെ വിഭജിച്ചിരിക്കുന്നു. ഇവ ഏത് വ്യവസ്ഥയുടെ സവിശേഷതയാണ്? ഓപ്ഷൻ ആനുപാതിക പ്രാതിനിധ്യം, കേവല ഭൂരിപക്ഷം, ഹെയർ വ്യവസ്ഥ, ഇവയൊന്നും അല്ല. ഉത്തരം ഓപ്ഷൻ ബി കേവല ഭൂരിപക്ഷം. കേവല ഭൂരിപക്ഷം. 1984 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 543 സീറ്റുകളിൽ കോൺഗ്രസ് പാർട്ടി വിജയിച്ച സീറ്റുകളുടെ എണ്ണം എത്രയാണ്? 415, 416, 420, 421. ഉത്തരം ഓപ്ഷൻ എ 415 സീറ്റുകളിലാണ് കോൺഗ്രസ് പാർട്ടി വിജയിച്ചത്. ഒരു ഉദ്യോഗസ്ഥൻ തന്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെട്ടതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന റിട്ട് ഏത്? റിട്ട് ഏത്? ഓപ്ഷൻ പ്രൊഹിബിഷൻ, മാൻഡമസ്, കോ വാറന്റോ, ഹേബിയസ് കോർപ്പസ്. ഉത്തരം ഓപ്ഷൻ ബി മാൻഡമസ്, വി കമാൻഡ്. അടുത്തത് ഒരു കോട്ടാണ്. ഇത് ആരുടെ വാക്കുകളാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയ ജനാധിപത്യത്തെ ഒരു സാമൂഹിക ജനാധിപത്യമാക്കി നാം മാറ്റേണ്ടതുണ്ട്. സാമൂഹ്യ ജനാധിപത്യത്തിന്റെ അടിത്തറയിൽ അല്ലാതെ രാഷ്ട്രീയ ജനാധിപത്യത്തിന് കൂടുതൽ കാലം നിലനിൽക്കാൻ കഴിയില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, മഹാത്മാഗാന്ധി, ഡോക്ടർ BR അംബേദ്കർ. ഉത്തരം ഓപ്ഷൻ ഡി BR അംബേദ്കറുടെ വാക്കുകളാണ് ഇത്. അടുത്ത ചോദ്യം, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ഏത്? ഫ്രാൻസ്, കാനഡ, അമേരിക്ക, ബ്രിട്ടൻ. ബ്രിട്ടനിൽ നിന്നാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ FPTP, ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം, അതാണ് FPTP. അതുപോലെ പാർലമെന്ററി ഭരണ സമ്പ്രദായം, നിയമവാഴ്ച എന്ന ആശയം, സ്പീക്കറുടെ സ്ഥാപനവും അവരുടെ പങ്കും, നിയമനിർമ്മാണ നടപടിക്രമം, പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ഫ്രാൻസിൽ നിന്നും കടമെടുത്തത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ തത്വങ്ങൾ ഇന്ത്യ കടമെടുത്തത് ഫ്രാൻസിൽ നിന്നാണ്. കാനഡയിൽ നിന്ന് അവശിഷ്ട അധികാരം എന്ന ആശയം, അതുപോലെ അർദ്ധ ഫെഡറൽ ഗവൺമെന്റ്, അവശിഷ്ട അധികാരം എന്നീ ആശയങ്ങൾ കാനഡയിൽ നിന്നും, കനേഡിയൻ ഭരണഘടനയിൽ നിന്നുമാണ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. അമേരിക്കയിൽ നിന്നും മൗലിക അവകാശത്തെക്കുറിച്ചുള്ള അധ്യായം, നീതിന്യായ വിഭാഗത്തിന്റെ സ്വാതന്ത്ര്യം, നീതിന്യായ പുനഃപരിശോധന അധികാരം, ഇതെല്ലാം അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം 11. ഭരണഘടനയുടെ എത്രാം വകുപ്പ് പ്രകാരമാണ് സ്ഥാനപ്പേരുകൾ നൽകുന്നത് നിർത്തലാക്കിയിരിക്കുന്നത്? ഓപ്ഷൻ എ 14, B 16, C 18, D 20. ഉത്തരം ഓപ്ഷൻ സി 18. ആർട്ടിക്കിൾ 18 പ്രകാരമാണ് സ്ഥാനപ്പേരുകൾ നൽകുന്നത് നിർത്തലാക്കിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, അന്യായമായി അറസ്റ്റ് ചെയ്യുന്നതിനും തടങ്കലിൽ വെക്കുന്നതിനുമെതിരെ 22-ാം വകുപ്പ് പ്രകാരം സംരക്ഷണം ഉറപ്പാക്കുന്നു. ഈ വകുപ്പ് പ്രകാരം ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. 4 തന്നിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് അറസ്റ്റിന്റെ കാരണം അറിയാനുള്ള അവകാശം ഉണ്ട്. ഓപ്ഷൻ ബി, അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വയ്ക്കപ്പെടുന്ന ആളെ 24 മണിക്കൂറിനകം തൊട്ടടുത്ത മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കേണ്ടതാണ്.
ഓപ്ഷൻ സി, അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അയാൾക്ക് ഇഷ്ടമുള്ള അഭിഭാഷകനുമായി ആലോചിക്കാനും അദ്ദേഹം മുഖേന കേസ് വാദിക്കാനുള്ള അവകാശമുണ്ട്. ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം. അടുത്ത ചോദ്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ എ, ഒരു പ്രത്യേക മണ്ഡലത്തിൽ നിന്നും വോട്ടെടുപ്പ് ആവശ്യമായി വന്നാൽ അതിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. ഓപ്ഷൻ ബി, രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള അംഗീകാരം നൽകുന്നു. ഓപ്ഷൻ സി, സ്വതന്ത്രവും നീതിപൂർവവുമായ ഒരു തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിന് അധികാരമുണ്ട്. ഓപ്ഷൻ ഡി, ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാൻ അധികാരം ഇല്ല. ചോദ്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാൻ അധികാരം ഇല്ല എന്നുള്ളത് റോങ് ആണ്. ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാനും അവരുടെ സ്ഥലം മാറ്റം റദ്ദാക്കാനും രാഷ്ട്രീയ നിഷ്പക്ഷതയോടെ പ്രവർത്തിക്കാത്തവർക്കെതിരെ നടപടിയെടുക്കാനും കമ്മീഷന് സാധിക്കും. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരമാണ്. പിന്നെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം കറക്റ്റ്. അടുത്ത ചോദ്യം, ഇറ്റലിയിൽ ഏത് സംവിധാനമാണ് നിലനിൽക്കുന്നത്? പ്രസിഡൻഷ്യൽ സമ്പ്രദായം, പാർലമെന്ററി സമ്പ്രദായം, അർദ്ധ പ്രസിഡൻഷ്യൽ സംവിധാനം, ഇവ ഒന്നും അല്ല. ഉത്തരം ഓപ്ഷൻ ബി, പാർലമെന്ററി വ്യവസ്ഥയാണ് ഇറ്റലിയിൽ നിലനിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ റഷ്യയിൽ നിലനിൽക്കുന്നത് എന്താണ്? അർദ്ധ പ്രസിഡൻഷ്യൽ വ്യവസ്ഥയാണ് റഷ്യയിൽ നിലനിൽക്കുന്നത്. റഷ്യയിൽ നിലനിൽക്കുന്നത് അർദ്ധ പ്രസിഡൻഷ്യൽ വ്യവസ്ഥ. അതായത് പ്രസിഡന്റ് രാഷ്ട്രത്തലവനും അദ്ദേഹം നിയമിക്കുന്ന പ്രധാനമന്ത്രി ഭരണത്തലവനുമായിട്ടുള്ള ഒരു അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ് എവിടെ നിലനിൽക്കുന്നത്? റഷ്യയിൽ നിലനിൽക്കുന്നത്. ഇനി പ്രസിഡൻഷ്യൽ സമ്പ്രദായം അമേരിക്കയിലാണ് നിലനിൽക്കുന്നത്. ഫ്രാൻസിലും അർദ്ധ പ്രസിഡൻഷ്യൽ വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇന്ത്യയിലാണെങ്കിലോ പാർലമെന്ററി വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇന്ത്യ, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ, പോർച്ചുഗൽ, ഏതൊക്കെയാ? ഇന്ത്യ, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ, പോർച്ചുഗൽ, ഇവിടെയൊക്കെ പാർലമെന്ററി വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത് എന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യൻ പ്രസിഡന്റിന്റെ പദവിയെ കുറിച്ച് പറയുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ്? 52, 54, 56, 58. ഉത്തരം ഓപ്ഷൻ എ 52. ആർട്ടിക്കിൾ 52 ഇന്ത്യൻ പ്രസിഡന്റിന്റെ പദവിയെ കുറിച്ച് പറയുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പ്രസിഡന്റിന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? അടിയന്തരാവസ്ഥ പ്രഖ്യാപനം, കാര്യനിർവഹണം, നീതിന്യായം, ഇവയെല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം. അടിയന്തരാവസ്ഥ പ്രഖ്യാപനം, കാര്യനിർവഹണം, നീതിന്യായം, ഇവയെല്ലാം പ്രസിഡന്റിന്റെ അധികാരത്തിൽ ഉൾപ്പെടുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യക്ക് ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? 61, 62, 63, 64. ഉത്തരം ഓപ്ഷൻ സി ആർട്ടിക്കിൾ 63 ഇന്ത്യക്ക് ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്ന് അനുശാസിക്കുന്നു. അടുത്ത ചോദ്യം ഒരു സെന്റൻസ് ആണ്. ഇത് ആര് പറഞ്ഞതാണ്? ഭരണഘടന ഒരു യഥാർത്ഥ എക്സിക്യൂട്ടീവിനെയോ ആലങ്കാരിക പദവി വഹിക്കുന്ന രാഷ്ട്ര തലവനെയോ എന്നാണ് സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ഭരണഘടന ഒരു യഥാർത്ഥ എക്സിക്യൂട്ടീവിനെയോ ആലങ്കാരിക പദവി വഹിക്കുന്ന രാഷ്ട്ര തലവനെയോ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻസ് ജവഹർലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, BR അംബേദ്കർ, സർദാർ വല്ലഭായ് പട്ടേൽ. ഉത്തരം ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ് ഇത്. അപ്പൊ ഫുള്ളായിട്ട് ഞാൻ പറയാം. നമ്മൾ അദ്ദേഹത്തിന് യഥാർത്ഥ അധികാരങ്ങളൊന്നും നൽകുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പദവി അന്തസ്സുറ്റതും ആധികാരികവുമാണ്. ഭരണഘടന ഒരു യഥാർത്ഥ എക്സിക്യൂട്ടീവിനെയോ ആലങ്കാരിക പദവി വഹിക്കുന്ന രാഷ്ട്രത്തലവനെയോ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നേരെ മറിച്ച് അധികാരവാഴ്ചയ്ക്കോ ഭരണവാഴ്ചയ്ക്കോ ഇടം നൽകാത്ത ഒരു ഉന്നത പദവി സൃഷ്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതാരു പറഞ്ഞതാ?
ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ് ഇത്. അടുത്ത ചോദ്യം, പാർലമെന്റ് പാസാക്കി അയക്കുന്ന ബില്ലുകൾ ധനകാര്യ ബില്ലുകൾ ഒഴികെ തടഞ്ഞു വെക്കുകയോ അനുമതി നിഷേധിക്കുകയോ ചെയ്യാനുള്ള പ്രസിഡന്റിന്റെ അധികാരം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ അവശിഷ്ടാധികാരം, ബി അബ്സല്യൂട്ട് വീറ്റോ, സി പോക്കറ്റ് വീറ്റോ, ഡി ഇവയൊന്നും അല്ല. ഉത്തരം ഓപ്ഷൻ സി പോക്കറ്റ് വീറ്റോ. ഒന്നും ചെയ്യാതെ പോക്കറ്റിൽ വെക്കുക. നമ്മളന്ന് കോഡ് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? അപ്പൊ പോക്കറ്റ് വീറ്റോ എന്നാൽ പാർലമെന്റ് പാസാക്കി അയക്കുന്ന ബില്ല് എത്ര കാലം വേണമെങ്കിലും രാഷ്ട്രപതിക്ക് കൈവശം വെക്കാം. അതാണ് പോക്കറ്റ് വീറ്റോ. 1986 പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ല്, ശ്രദ്ധിച്ചേക്കുക, പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ല് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഗ്യാനി സെയിൽ സിംഗ് പോക്കറ്റ് വീറ്റോ ചെയ്യുകയുണ്ടായി. അപ്പൊ 1986 പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ല് അന്നത്തെ രാഷ്ട്രപതിയായ ഗ്യാനി സെയിൽ സിംഗ് പോക്കറ്റ് വീറ്റോ ചെയ്യുകയുണ്ടായി. അപ്പൊ ആ അധികാരമാണ് ഏത്? പോക്കറ്റ് വീറ്റോ. അടുത്ത ചോദ്യം, രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ്? രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ നമ്മൾ ആദ്യം പറഞ്ഞ എക്സ്പ്ലനേഷൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കിട്ടും ഉത്തരം. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഉപരാഷ്ട്രപതി, ഡെപ്യൂട്ടി സ്പീക്കർ. ഉത്തരം ഓപ്ഷൻ സി ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. അപ്പൊ ഉപരാഷ്ട്രപതിയെ പറ്റി പഠിക്കേണ്ട പോയിന്റ്സ് ഒന്ന് പറയാം. ഇന്ത്യക്ക് ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 63. ഒരു ചോദ്യം. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. നിലവിലെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ആണ് നിലവിലെ ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷം. ഉപരാഷ്ട്രപതിയെ പുറത്താക്കാനുള്ള പ്രമേയം പാസാക്കുന്നത് രാജ്യസഭ ഭൂരിപക്ഷത്തോടെ പാസാക്കുകയും ലോക്സഭ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ, അപ്പോൾ ഉപരാഷ്ട്രപതിയെ പുറത്താക്കാനുള്ള പ്രമേയം പാസാക്കുന്നത് രാജ്യസഭ ഭൂരിപക്ഷത്തോടെ പാസാക്കുകയും ലോക്സഭ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ വൈസ് പ്രസിഡന്റിനെ നീക്കം ചെയ്യാനുള്ള പ്രമേയ അവതരണത്തിന് 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയിരിക്കണം. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് വരെ രാഷ്ട്രപതിയായി പ്രവർത്തിച്ച ഉപരാഷ്ട്രപതിയാണ് ആര്? ബി ഡി ജട്ടി. ഇനി പരമാവധി എത്ര കാലം ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ പുതിയ രാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത് വരെ, അല്ലെങ്കിൽ പരമാവധി 6 മാസം വരെയാണ് ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ വൈസ് പ്രസിഡന്റ് ചുമതലകൾ ഏതൊക്കെയാ? രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. രാജ്യസഭാ സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നു. പിന്നെ 6 മാസത്തിനുള്ളിൽ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് വരെ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരും. വൈസ് പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ട യോഗ്യതകൾ എന്തെല്ലാമാണ്? ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, രാജ്യസഭയിൽ അംഗമാകുന്നതിനുള്ള യോഗ്യതയുണ്ടായിരിക്കണം. രാജ്യസഭയിലാണ്. ഇന്ത്യയിലെ ഏതെങ്കിലും സർക്കാരിന്റെ കീഴിൽ പ്രതിഫലം പറ്റുന്ന ഉദ്യോഗസ്ഥനായിരിക്കാൻ പാടില്ല. ഈ കണ്ടീഷൻസ് ഒക്കെയാണ് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ട ക്വാളിഫിക്കേഷൻസ്, യോഗ്യതകൾ. അപ്പോൾ ഈ 2020 മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ആ പോർഷൻ എന്തായാലും ഒന്നുകൂടി പോയി വീഡിയോ കാണുക. ചാപ്റ്റർ 1, 2, 3, 4 പൊളിറ്റിക്കൽ സയൻസ്, +1 പൊളിറ്റിക്കൽ സയൻസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം. 1 സെക്കൻഡിന്റെ കാര്യമല്ലേ ഉള്ളൂ. പിന്നെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കാം. വീണ്ടും കാണാം. താങ്ക് യു.